തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായത് കോൺഗ്രസിന് തലവേദനയാകുന്നു. ജില്ലാ നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ശ്രമം തുടങ്ങി. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതും സംഘടനയിൽ ഉയർന്ന പദവി നൽകുന്നതടക്കം പരിഗണനയിൽ ഉണ്ട്. തൃശൂരിൽ സംഘടനാ സംവിധാനത്തിന്റെ ആകെ പരാജയമാണ് കെ മുരളീധരന്റെ തോൽവി. പൊതുരംഗത്ത് നിന്ന് താത്കാലികമായി മാറി നിൽക്കുമെന്ന കടുത്ത തീരുമാനത്തിലാണ് കെ മുരളീധരൻ. അനുനയിപ്പിക്കാൻ പല വഴികൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചനയിലാണ്. എന്നാൽ ഉറച്ച വിജയസാധ്യതയില്ലാതെ കെ മുരളീധരൻ വഴങ്ങുമോ എന്നതാണ് പ്രതിസന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അതുവഴി ലോക്സഭയിലേക്ക് കെ മുരളീധരനെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി. തൃശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും പരാതികൾ പരിശോധിക്കുമെന്നും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ പരാതികൾ എന്താണെന്ന് പാർട്ടി കേൾക്കേണ്ടതാണ്. തന്നെയുമല്ല, കെ മുരളീധരൻ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. എവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉമ്മൻചാണ്ടി കൊണ്ടാണ് വടകര നിൽക്കാൻ പറഞ്ഞു, അദ്ദേഹത്തോട് നിയമത്തിൽ നിൽക്കാൻ പറഞ്ഞു. ആ ഉത്തരവാദിത്തമെല്ലാം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ മുന്നിൽ തന്നെ നിർത്തി ഉള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട്. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം കെ മുരളീധരൻ പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂരും രാജ്മോഹൻ ഉണ്ണിത്താനും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാക്കൾ കെ മുരളീധരനോട് നേരിട്ട് സംസാരിച്ചുവെന്നാണ് സൂചന. 24 തിരുവനന്തപുരം.